Hello everyone, welcome back to Simplifying Exam. So we are continuing our series of Introduction to Trigonometry. Trigonometry എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ബ്രാഞ്ച് ഓക്കെ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കുറച്ച് മീനിങ് ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മളിപ്പോൾ ഒരു സീരീസ് പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി ചാപ്റ്റർ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക്സും നമ്മൾ കവർ ചെയ്യുകയാണ്. And this is the final one, that is trigonometric identities എന്താണെന്നും കൂടെ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാം, ട്രിഗണോമെട്രിക് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാം ആൻഡ് മാനിപ്പുലേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രൂഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ പലതരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടത്താം. ഓക്കെ, ഇതും കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ലെറ്റ് us see what is mean by trigonometric identities. അപ്പോൾ ചില ആൾജിബ്രിക് എക്സ്പ്രഷൻസിനെ നമ്മൾ ഐഡന്റിറ്റീസ് എന്ന് വിളിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അവരെവിടെ പോയാലും അത് തന്നെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് അതിൻ്റെ അകത്തുള്ള ഏത് വാല്യൂസിനെ നമ്മൾ മാറ്റിയും തിരിച്ചും എല്ലാം കൊടുത്താലും എന്തായിരിക്കും, ഫൈനലി നമുക്ക് കിട്ടുന്ന റിസൾട്ട് അത് തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് ദെയർ ഐഡന്റിറ്റി റിമൈൻസ് സെയിം. അവരെവിടെ പോയാലും അവരുടെ ഐഡന്റിറ്റി അതുപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അവരെന്തെന്ന് വിളിക്കുക, ഐഡന്റിറ്റീസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഇക്വേഷൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഐഡന്റിറ്റീസ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ ആൾജിബ്രിക് ഐഡന്റിറ്റീസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ദാറ്റ് ഈസ് നമ്മൾ എ ആൻഡ് ബി എന്ന് പറയുന്ന ആ രണ്ട് വാല്യൂസിന് പകരം ഇനി ഏതൊക്കെ നമ്പേഴ്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞാലും ഈ പറയുന്ന റിലേഷൻ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് വിൽ സാറ്റിസ്ഫൈ ദിസ് എക്സ്പാൻഷൻ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. Okay, that's why it is known as an algebraic identity. Likewise, we have some of the trigonometric identities also. That is trigonometric ratios വെച്ചിട്ടുള്ള ചില algebraic expressions എന്താണ്, അവരുടെ വാല്യൂസിന് ചേഞ്ചസ് ഉണ്ടാവില്ല, അത് അങ്ങനെ തന്നെ റിമൈൻഡ് ചെയ്യും. അവരെയാണ് നമ്മൾ trigonometric identities എന്ന് വിളിക്കുന്നത്. And there is 3 of them. 3 പേരുണ്ട് അവർ മെയിൻ ആയിട്ട് നമുക്ക് ഈ വർഷം പഠിക്കാനായിട്ട്. And let us see who they are. So the first one of them is sin square theta plus cos square theta is equal to 1. Okay, that is നിങ്ങളുടെ തീറ്റ വാല്യൂ എന്ത് തന്നെ ആണെങ്കിലും sin square theta, when you take the sum of the squares of sin and cos, okay, ഈ രണ്ട് trigonometric ratiosന്റെ എന്താണ് സ്ക്വയർസിന്റെ സം എടുത്താൽ you will get 1. ഓക്കെ, അത് ഒരു മാറ്റവും ഇല്ലാത്തൊരു കേസാണ്. ഈ തീറ്റയുടെ വാല്യൂ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും നിലനിൽക്കുക. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് നോൺ ആസ് എ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി. ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് sin square theta plus cos square theta is equal to 1. That is sin square, you can check, sin square 30 plus cos square 30 എത്രയാണ് 1. sin square 60 plus cos square 60 1. sin square 45 plus cos square 45 1. ഓക്കെ, അങ്ങനെ തന്നെ ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ നമുക്ക് sin square theta plus cos square theta as the first trigonometric identity, and the second one is sec square theta minus tan square theta is equal to 1. ഇതിനെ പല രീതിയിലായിരിക്കും നമ്മൾ കേട്ടോ പ്രൂഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഉപയോഗിക്കേണ്ടി വരാം. ദാറ്റ് ഈസ് പ്രൂഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ നമുക്ക് sin square theta plus cos square theta ക്ക് പകരം 1 ഒക്കെ കൊടുക്കേണ്ടി വരും. ചില സമയം 1ന് പകരം നമ്മൾ sin square theta plus cos square theta കൊടുക്കേണ്ടി വരും. ഇറ്റ് വിൽ ഡിപ്പെൻഡ് upon the nature of the proof type of question you are provided with. നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു പ്രൂഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെയാണോ അതിന്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുകയുള്ളൂ. പക്ഷേ ഇതെല്ലാം നല്ല രീതിയിൽ അറിഞ്ഞിരുന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ വേണ്ട രീതിയിലേക്ക്. അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് sin square theta plus cos square theta is equal to 1. ഇവിടെ രണ്ടാമത്തത് sec square theta minus tan square theta is equal to 1. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇങ്ങനെ sec square theta minus 1 എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം, tan square theta കൊടുക്കണം. അതേപോലെ ചിലതിൽ 1 plus tan square theta ക്ക് പകരം നമ്മൾ sec square theta കൊടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് അതുപോലെ തന്നെ ഉപയോഗിക്കണം എന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെ ഇങ്ങനെ എന്താണ് ചെറിയ രീതിയിലുള്ള ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓക്കെ LHS ആൻഡ് RHS ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് വരത്തക്ക രീതിയിൽ വരാം. അപ്പൊ അത് നമ്മുടെ എന്താണ് യുക്തി അനുസരിച്ച് നമ്മൾ ചെയ്യണം. നെക്സ്റ്റ് cosec square theta minus cot square theta is equal to 1. ചില സമയം നമ്മൾ എന്താണ് cosec square theta ക്ക് വരാം 1 plus cot square theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അല്ലെ 1 plus cot square theta ക്ക് വരാം cosec square theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ 1ന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ വെറും cosec square theta അല്ലെങ്കിൽ മൈനസ് cot square theta ഇങ്ങനെ കൊടുക്കേണ്ടി വരും. അതിന് പകരം 1 കൊടുക്കേണ്ടി വരും. അപ്പോൾ പല രീതികളിൽ നമുക്ക് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന 3 ഐഡന്റിറ്റീസ് ആണ് ഇവരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവരെ 3 വരെ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുക. The first one is sin square theta plus cos square theta is equal to 1. Second one is sec square theta minus tan square theta is equal to 1. And the third one is cosec square theta minus cot square theta is equal to 1. Okay, so don't forget them. And ഇവർ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുക ഇൻ പ്രൂഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഒരുപാട് വട്ടം ചെയ്ത് പഠിച്ചാലേ നമുക്ക് എക്സാമിന്റെ ടൈമിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്, എന്ത് രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണം, ഏതിന് പകരമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്, ഏത് സ്റ്റെപ്പിൽ മാനിപ്പുലേറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് സാധിക്കും.
Okay, so അപ്പോൾ അതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തത്. ആൻഡ് ഫ്രം നൗ ഓൺവേർഡ്സ് വി വിൽ ബി ഡിസ്കസിംഗ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്രൂഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി. Okay, so I hope this video is very much helpful for you and thank you for watching.